മന്മേട്ടന്റെ അമ്മേനെ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. എടാ അതെ ഇത് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. ഞാൻ പോയാലേ ശരിയാവും. നീ പോയി കാശ് മേടിക്ക്. എന്റെ മന്മേട്ടൻ ഇപ്പൊ എന്റെ തുള്ളു ഞാൻ തുള്ളു. കള്ളു പിടിച്ചിട്ട് നീ ഉണ്ടായി അങ്ങനെ. പക്ഷെ പൈസ ഞാൻ മേടിക്കൂല. എന്താടാ മായ നീ ഇങ്ങനെ സംസാരിക്കല്ലേ? അപ്പളേ അമ്മേനെ നീ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോവാം. ഓ ഉണ്ണേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായി. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാചകത്തിലൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പോക്കും. 15-ാം തീയതി പരിപാടി നമുക്ക് പൊളിക്കണം. അതല്ലടാ, അടിപൊളിയാക്കണം. നിന്റെ ഒലത്തുണ്ടല്ലോ ഈ പടത്തില്ലേടാ, ഭയങ്കര അഭിപ്രായമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ എനിക്ക് പുറക്കാതെ പോയ എന്റെ അനിയനാണ്. ഒരു സഹായം ചെയ്യണം. അയ്യോ ഒന്നുമില്ലല്ലോ പിതാവേ, പാപിയാ ഞങ്ങൾ കല്ലെറിഞ്ഞു. അല്ല അതെ ചേട്ടാ, എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുത് ഞങ്ങളെടുത്ത് അടിച്ച് പൈസ എല്ലാം തീർന്നു. നാളെ ഇതുവഴി വരുമെങ്കിൽ എന്തെങ്കിലും തരാം. ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം തന്നെയല്ലേ? ഓ, വട്ടപ്പാറ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലും വട്ടപ്പാറയാണ്. ഇതും വട്ടപ്പാറയാണ്, ഇതും വട്ടപ്പാറയാണ്, അതും വട്ടപ്പാറയാണ്. ഇങ്ങോട്ട് നിന്ന ഇതും വട്ടപ്പാറയാണ്. ഒരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാണേ. വട്ടപ്പാറയിലെ എവിടെ? വട്ടപ്പാറയിലെ എവിടെയാണ് കൃത്യം സ്ഥലം എന്ന് എനിക്കറിയില്ല. ആരെ? സുഗതൻ എന്നാണ് ആളുടെ പേര്. സുഗതൻ? അതെ. ഈ സുഗതൻ ഓപ്ഷൻ എ മാവുമൂട് സുഗതൻ, ഓപ്ഷൻ ബി പ്ലാവുമൂട് സുഗതൻ, ഓപ്ഷൻ ഡി തേക്കുമൂട് സുഗതൻ, ഓപ്ഷൻ ഇ അയലമൂട് സുഗതൻ. ഇതിൽ ഏത് സുഗതനാണെന്ന് പറഞ്ഞാൽ പറയാം. അതിപ്പോ ഈ സ്ഥലം എവിടെയാന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അതാണ്. ആൾ എന്ത് ചെയ്യുന്നു? ആള് പിന്നെ ഡ്രൈവറാണ്. ഓ, ഈ 4 സുഗതന്മാരും ഡ്രൈവറാണ്, അതെനിക്കറിയാം. ഇയാള് പിന്നെ ഈ മറ്റേ ലോറി ഡ്രൈവറാ. അപ്പം മന്മേട്ട ഓപ്ഷൻ ബി മാവോട്ട് സുഗതൻ. അങ്ങനെ മാവുമൂട് സുഗതനാണെങ്കിൽ ഇവിടുന്ന് നേരെ പോവാ. നേരെ പോയി ഒരു 500 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിയാ. ലെഫ്റ്റ് തിരിഞ്ഞാല് അവിടുന്ന് നെല്ലെ ഒരു 50 മീറ്റർ മുമ്പോട്ടാവുമ്പോ മണ്ടത്തരം പറയുന്ന മന്മേട്ട. എന്തിന് അതിനെല്ലാം പോകേണ്ട ആവശ്യം? പിന്നെ മനുഷ്യൻ വെറുതെ പോകേണ്ട ആവശ്യമുണ്ടാ? പിന്നെ എങ്ങനെ പോവും? ഒന്നും പോകണ്ട. ഇതിലേ പോയിട്ട് നമ്മൾ ഭാസ്കരേട്ടന്റെ വീടിന്റെ കയ്യാല കയറി തുള്ളിയിട്ട് അതിന്റെ തൊട്ടപ്പുറം പോയി കഴിഞ്ഞാല് ഇങ്ങോട്ട് വെക്ക് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ എല്ലാം കുളമാക്കുക. അതെ, കുളത്തിന്റെ അവിടെ ഇപ്പൊ മതില് വരുന്നുണ്ടല്ലോ മന്മേട്ട പറയുന്നത്. കുളത്തുനിന്ന് കയറി തുള്ളി ഇപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഒരു മതില്. എന്റെ ഉണ്ണി, ആ മതില് അതിന് കുളത്തിന് മുമ്പായിട്ട് മതില് കെട്ടി അവിടെ. പിന്നെ എങ്ങനെ മതില് കടന്നു പോവും? ഗേറ്റ് ഉണ്ടല്ലോ. ഗേറ്റ് ഉണ്ട്, ഗേറ്റിന് പൂട്ടുണ്ടാ. ആര് പൂട്ട് മേടിച്ചു? പൂട്ടിട്ടു. 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 ഞാൻ ഇന്നലെ കണ്ടല്ലേ. എന്ത് വാർത്തകം പറയാൻ? കളവ് പറഞ്ഞു. നീ നിന്റെ ഉടായിപ്പിനെ മതിലാടി പോവും. ഞാനങ്ങ് പോയേക്കാം. ഇല്ല, പറഞ്ഞുതരാം. കള്ളു കുടിച്ച് അനാവശ്യം പറയാൻ പാടില്ല. കള്ള് വയറ്റില് നീ ഉണ്ണി, ഞാൻ ആദ്യമായിട്ടല്ല കള്ളു കുടിക്കണം. നീ എന്നെ ആ രീതിയിൽ നീ സംസാരിക്കല്ലോ ഉണ്ണി. മരുമേട്ടാ നീ കളിക്കല്ല മരുമേട്ടാ. എന്താടാ അങ്ങനെ പറഞ്ഞത്? എന്താടാ നിന്റെ അമ്മേനെ നീ കൊണ്ടാ ആശുപത്രി? അറിയാമോ ഇവന് ഇത്ര ഉള്ളപ്പോ എന്നാ നീ അങ്ങനെ ചെയ്യണപ്പാ. നിന്നെ ഉളക്കാൻ ഇവിടെ സുഗതൻ എന്ന് പറയുന്ന ഒരാളുടെ വീട് ഏതാണെന്നറിയോ? സുഗതനോ? ഡ്രൈവറാണ്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. അവര് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറാ. അപ്പോൾ എനിക്ക് പരിചയമില്ല. ഞാൻ ഈ വഴിയൊക്കെ ഒരുപാട് ആളുകളോട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ തെറ്റിയിട്ട് പറഞ്ഞു തന്നു ചിലവര്. പിന്നെ ഒരുപാട് നടന്നു. സുഗതൻ അല്ലേ? ലോറി ഡ്രൈവറാ. അത്യാവശ്യം കഴിക്കണൊക്കെ കൂട്ടത്തിലാണ്. കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. മക്കളില്ല?
കുട്ടികളില്ല. ഭാര്യയും മൂപ്പരും മാത്രം? അതെ അതെ അതെ. അതൊക്കെ മനസ്സിലായി. വഴി ഒന്ന് പറഞ്ഞു തന്നാ വലിയ ഉപകാരം. വഴി പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. കാരണം എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഊട് വഴികളാണ്. അത് കണ്ടില്ല നിങ്ങൾ? ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് ഊട് വഴികളാണ്. അപ്പോൾ അത് പറഞ്ഞു തന്നാൽ നിങ്ങൾ അവിടെ എത്തൂല, നിങ്ങൾ കറങ്ങി പോകും. ഇപ്പം എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊന്നും അവിടെ എത്തുകയും പാടും. എനിക്കാണെങ്കിലേ 4 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ മീറ്റിംഗ് ഉണ്ട്. ഒരു പണിയാ, ഞങ്ങളവിടെ ആക്കി തരാം. എനിക്കാ ബൈക്കാ പോകണ്ട്. ഒന്ന് വലിയ ഉപകാരം. അതാണല്ലേ. ഞാൻ പോവാട്ടോ. പോരി പോരി. അതും കുഴപ്പമില്ല. എന്താ വീട്? അതാ വീട്. ഞാൻ അങ്ങനെ ഇറങ്ങാൻ നിൽക്കാം. അപ്പോഴങ്ങളെ കണ്ടത്. വേഗം വരി. ഇങ്ങോട്ട് ആഞ്ഞ് നടക്കി ഇങ്ങോട്ട്. നിങ്ങളവിടെ ആക്കിയിട്ട് വേണ്ട എനിക്ക് പോവാൻ. വരി. ഇനി എത്ര നടക്കണം? ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ. വരി. ഇവിടുന്ന് ഇനി 2ാമത്തെ വളം കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ പഴയ മുഖ്യമന്ത്രി നായനാരില്ലേ? നായനാർ വീട്. നായനാർ വീടിൻ്റെ ഇപ്പുറത്ത് കണാരേട്ടൻ്റെ വീട്. കണാരേട്ടൻ്റെ വീടിൻ്റെ വലതു ഭാഗത്ത് കുഞ്ഞമ്പൂൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പേര് ഒളിവിലുള്ളപ്പോൾ താമസിച്ചൊക്കെ അവിടെയാ. അല്ല, നായനാരെ വീട് കണ്ണൂരല്ലേ? നായനാർ വീടോ? അപ്പൊ ഇവിടെ ആരാ വീടാ? ഇവിടെയാണ് നായനാർ വീട്. കണ്ണൂരാണ്. പഴയ മുഖ്യമന്ത്രി നായനാർ വീട് ഇവിടെയാണ്. ഞാൻ പറഞ്ഞുതരാം. നായനാർ വീട്ടിൽ അവിടെ നിന്ന് പിന്നെ നമുക്കൊരു 500 മീറ്റർ ഉള്ളൂ. അങ്ങോട്ട് ശരിക്കും കഷ്ടിച്ചൊരു 500 മീറ്റർ. അപ്പോഴേക്ക് സുഖത്തിൻ്റെ വീടെത്തും. നിക്കി അടക്കി. ഈ പാലം അറിയോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല. ഈ പാലത്തിൻ്റെ അടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കുഞ്ഞത്തേട്ടൻ ഒളിവ് സമയത്ത് പോലീസ് ഒന്നും കാണാണ്ട് ഒളിച്ചിരുന്നത്. ഇതിൻ്റെ അടിയിലാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാം, ഞാൻ വേണമെന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുക. അല്ല, അപ്പോൾ ഈ സുഗതൻ്റെ വീട്? സുഗതൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുക. നീന്തൽ അറിയില്ലേ? നീന്തലറിയോ? നീന്തലൊന്നും അറിയില്ല. നീന്തലറിയില്ല. നീന്തൽ കുഴപ്പമില്ല, വലിയ ആഴമൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് മുങ്ങാങ്കുഴി ഇടുക. അപ്പോൾ താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് റൂമുകൾ ഇങ്ങനെ കാണും. ആ മുറികൾ തല ഇങ്ങനെ കുനിച്ചിട്ട് അങ്ങോട്ട് കയറണം, ഇല്ലെങ്കിൽ തല മുട്ടും. ഇന്നിങ്ങനെ താത്തുമ്പോൾ ചിലപ്പോൾ കൗത്ത് കുടുങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. നോക്കണം. ഇതിലാണ്ട് പോയാൽ മതി. അപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പോയാലോ? എന്നാല് ചാടിക്കോളൂല്ലേ കേട്ടോ? നീ നേരം വെക്കണ്ട, വേഗം പോയി കണ്ടോളൂ. ഇനി അവിടുന്ന് ദൂരം വൈക്ക് വന്ന് വരുന്നല്ലേ, പോയി കണ്ടിട്ട് പോയിക്കോളി. എന്തുപറ്റി? എന്തെങ്കിലും വയ്യായികയാണോ? വെള്ളം വേണോ? എന്താ വയ്യായിക ഉണ്ട് ഏട്ടാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആരാണ്? അല്ല, ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. എൻ്റെ വീട് കുമ്പളത്താ. ഞാൻ KSEBിയിലൊരു ജീവനക്കാരനായിരുന്നു, ഈ ലൈൻമാൻ. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 5-8 വർഷമായി. അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു വീട് പണിയണമെന്ന് വിചാരിച്ചിട്ടേ ഒരു വീട് പണിത് തുടങ്ങി. 2 പെൺകുട്ടികളാണ്. അപ്പോൾ മൂത്ത കുട്ടിക്ക് ഒരു റൂം, ഇളയ കുട്ടിക്ക് ഒരു റൂം. അങ്ങനെ അതൊക്കെ നന്നായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടിൽ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ലോറി ഡ്രൈവറുടെ കൂടെ എൻ്റെ ഇളയ കുട്ടി പോയി. പിന്നെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല.